ഖുർആൻ പ്രഭാതം 10. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. സദഖല്ലാഹു മൗലാനൽ അദീം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സൂറത്തുൽ അഹ്സാബിലെ 45, 46 എന്നീ വചനങ്ങളാണ് ഇന്നു മുതൽ നാം ചർച്ച ചെയ്തു തുടങ്ങുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് 5 വിശേഷണങ്ങളാണ് അള്ളാഹു ഈ ആയത്തിലൂടെ വിശദീകരിക്കുന്നത്. നബിയെ, തങ്ങളെ നാം പറഞ്ഞയച്ചത് ഈ ഉമ്മത്തിന് സാക്ഷിയായും സ്വർഗം കൊണ്ട് സുവിശേഷം നൽകുന്നവരായും നരകം കൊണ്ട് താക്കീത് നൽകുന്നവരായിട്ടുമാണ്. അതേ ക്രമത്തിൽ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അവന്റെ അനുമതിയോടെ ജനങ്ങളെ ക്ഷണിക്കുന്ന പ്രബോധകരായും വെളിച്ചം പരത്തുന്ന വിളക്കായിട്ടുമാണ് തങ്ങളെ നാം നിയോഗിച്ചിരിക്കുന്നത്. ഇതിൽ ഒന്നാമതായി പടച്ചറബ് പരിചയപ്പെടുത്തിയ ഇന്നാ അർസൽനാക ഷാഹിദൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നബിയെ, തങ്ങളെ സാക്ഷിയായി പറഞ്ഞയച്ചു എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിന്റെ നന്മ തിന്മകൾക്ക് അനുകൂലമായും പ്രതികൂലമായും പുനരുത്ഥാന നാളിൽ മുത്തുനബി സാക്ഷി പറയും എന്നർത്ഥം. നാളെ സാക്ഷി പറയണമെങ്കിൽ ഇന്ന് ഭൂമി ലോകത്ത് അനുയായികളുടെ കർമ്മങ്ങൾ മുത്തുനബി ലൈവായി കണ്ടുകൊണ്ടിരിക്കണം. അത് കാണുന്നുണ്ടോ? ഇമാം നസഫി തങ്ങൾ ഇത് വിശദീകരിച്ചുകൊണ്ട് എഴുതുന്നു, ഷാഹിദൻ എന്നതിന്റെ ചുവട്ടിൽ ഐ അലാമം ബുഇസ്ത ഇലൈഹിം. നബിയെ, തങ്ങളെ നിയോഗിക്കപ്പെട്ടത് ഏതൊരു ഉമ്മത്തിലേക്കാണോ അവരുടെ മേൽ തങ്ങൾ സാക്ഷി പറയും, അവരുടെ സൽക്കർമ്മങ്ങൾക്കും ദുഷ്കർമ്മങ്ങൾക്കും. ഐ മഖ്ബൂലൻ ഖൗലുക ഇൻദല്ലാഹ്. അള്ളാഹുവിന്റെ അടുത്ത് അവരുടെ കാര്യത്തിൽ അങ്ങയുടെ വാക്ക് സ്വീകാര്യമായിരിക്കും എന്നർത്ഥം. അതായത് അത് അന്തിമമായിരിക്കും. തങ്ങൾ ഒരാളെപ്പറ്റി കള്ളനെന്ന് പറഞ്ഞാൽ അവൻ കള്ളൻ തന്നെ. തങ്ങൾ ഒരാളെപ്പറ്റി ശുദ്ധനെന്ന് പറഞ്ഞാൽ ശുദ്ധനുമാണ്. ഇതുപോലെ അബൂ സഈദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു, തുറാഖിബു അഹ്വാലഹും വതുശാഹിദു അഅ്മാലഹും. നബിയെ, തങ്ങൾ അവരുടെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയും അവരുടെ കർമ്മങ്ങൾ ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യും എന്ന് തന്നെ വ്യക്തമായി എഴുതിയത് കാണാം. ഇതാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൂറത്തു തൗബയിൽ പറഞ്ഞത്, തീർച്ചയായും വസയറല്ലാഹു അമലക്കും വറസൂലുഹു. നിങ്ങളുടെ കർമ്മങ്ങളും നിങ്ങളുടെ കർമ്മങ്ങൾ അള്ളാഹുവും അവന്റെ റസൂലും കാണുന്നുണ്ട്. ഇമാം അസ്ബഹാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത് കാണാം, ഞാനും ഇമാം തൊബറാനിയും ഇബ്നു ഹിബ്ബാനും മദീനയിൽ ദിവസങ്ങളോളം പട്ടിണിയിലായി. അവസാനം നോമ്പ് നോറ്റു ഭക്ഷണമില്ലാത്തതിന്റെ പേരിൽ ഇശാഇന്റെ സമയമായപ്പോഴും ഒന്നും കഴിക്കാനില്ലാതെ വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിന്റെ അടുത്ത് ചെല്ലുന്നു. ആര്? ഈ പ്രശസ്തരായ 3 ഹദീസ് പണ്ഡിതന്മാരും. അസ്ബഹാനി പറയുന്നു, ഞാൻ ചെന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അൽ ജൂഅ് അൽ ജൂഅ്. നബിയെ, വിശന്നിട്ടു വയ്യ. ഉടനെ തന്നെ ഇമാം തൊബറാനി എന്നോട് പറഞ്ഞു, നമ്മൾ മുത്തുനബിയോട് സങ്കടം പറഞ്ഞില്ലേ, ഇനി ഞാനിവിടെ ഇരിക്കുകയാണ്. ഒന്നുകിൽ ഭക്ഷണം ലഭിക്കും, അല്ലെങ്കിൽ ഇവിടെ കിടന്നു മരിക്കാം. അങ്ങനെ ഞാൻ പുറത്തേക്ക്, ഞാനും ഇബ്നു ഹിബ്ബാനും ഇറങ്ങുമ്പോൾ വാതിലിന്റെ അടുത്ത് അലവിയ കബീലയിൽപ്പെട്ട ഒരു തങ്ങൾ വന്നു നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ കൂടെ 2 അടിമകളുണ്ട്. അവരുടെ കൈ നിറയെ ഭക്ഷണമുണ്ട്. ആ ഭക്ഷണപ്പൊതികൾ ഞങ്ങളിലേക്ക് നീട്ടിയിട്ട് ചോദിച്ചു, അശകൗതുമുനി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്നെപ്പറ്റി പരാതി പറഞ്ഞിരുന്നോ? ഞാൻ പറഞ്ഞു, ഇല്ലല്ലോ. എന്താ ചോദിക്കാൻ കാരണം? അദ്ദേഹം വിശദീകരിച്ചു, എന്റെ വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെ. ഞാൻ എന്റെ വീട്ടിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ മുത്തുനബിയെ സ്വപ്നത്തിൽ കണ്ടു. മുത്തുനബി എന്നോട് പറഞ്ഞു, മദീനത്ത് പ്രധാനപ്പെട്ട 3 വ്യക്തികൾ പട്ടിണി കിടന്നുകൊണ്ടിരിക്കുന്നു. ഇനി മദീനത്ത് പാവങ്ങൾ പട്ടിണി കിടന്ന് അവരെ കൊണ്ട് എന്റെ അടുത്ത് സങ്കടം പറയിപ്പിക്കുന്ന ഗതികേട് ഉണ്ടാക്കരുത്. അവർക്ക് നിങ്ങൾ ഭക്ഷണം നൽകണം, ആ കാര്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവന്നു തരാൻ സ്വപ്നത്തിലൂടെ മുത്തുനബി എന്നോട് നിർദ്ദേശിച്ചതാണെന്ന് പറഞ്ഞ് ഭക്ഷണം കൈമാറുകയും
ഞങ്ങളത് വാങ്ങി സന്തോഷത്തോടെ ഇമാം തുബറാനിയെയും കൂടെ കൂട്ടിയിട്ട് ഞങ്ങൾ കഴിച്ചു എന്ന് ഇമാം അസ്ബഹാനി പറയുന്നു. ഈ സംഭവം സിയറു അലാമിൻ നുബല എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. ഇവിടെയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നന്മകളും തിന്മകളും ചെയ്യുന്ന സമയത്ത് നമ്മെ നിയന്ത്രിക്കേണ്ടത് ഈ ഒരു ചിന്തയാണ്. നാളെ നമുക്ക് അനുകൂലമായി മുത്തുനബി സാക്ഷി പറയുമെന്ന ചിന്തയിൽ നന്മ വർദ്ധിപ്പിക്കാനും പ്രതികൂലമായി സാക്ഷി പറയുമോ എന്ന ഭയത്തിൽ തിന്മയിൽ നിന്ന് പിന്മാറാനും നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.